പുണ്യനദിയായ ഗംഗയുടെ ശുചീകരണത്തിനായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ച് കോടികൾ ചെലവാക്കിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന കണ്ടെത്തൽ. നദിയിലെ മാലിന്യങ്ങളുടെ തോത് ഭീതിജനകമാം വിധം ഉയരുന്നതായി ദേശീയ ഹരിത ട്രിബ്യൂണൽ വ്യക്തമാക്കി. ചില ഭാഗങ്ങളിൽ കുളിക്കുന്നതും ജലം കുടിക്കുന്നതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ട്രൈബ്യൂണൽ കണ്ടെത്തിയിട്ടുണ്ട്. മോദി സർക്കാർ അധികാരത്തിലേറിയ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടന പത്രികയിൽ പ്രധാനമായും ഊന്നൽ നൽകിയ പദ്ധതിയായിരുന്നു ഗംഗാ ശുദ്ധീകരണം. ദേശീയ ഗംഗാ നദി പുനരുജ്ജീവനം സംരക്ഷണം പരിപാലനം ബിൽ 2017 എന്ന പേരിൽ നിയമനിർമ്മാണത്തിനും ഒരുങ്ങിയ സർക്കാരിന് പക്ഷേ പദ്ധതി ബലവത്താക്കാൻ സാധിച്ചിട്ടില്ല. ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് 7000 കോടി രൂപ ഗംഗ മലിനമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കിയിരുന്നു. ഹരിദ്വാർ മുതൽ ഉന്നാവോ വരെയുള്ള ഗംഗയുടെ തീരങ്ങളിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ സംരക്ഷിത മേഖലയായും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും വിമർശനമുയരുന്നത്. ഗംഗയുടെ ശുചീകരണത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളൊന്നും ഫലം കണ്ടില്ലെന്ന് ഹരിത ട്രിബ്യൂണൽ ആശങ്കയറിയിച്ചു. ഹരിദ്വാർ മുതൽ ഉന്നാവോ വരെയുള്ള നദിയുടെ ഭാഗങ്ങളിലെ വെള്ളം കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ട്രൈബ്യൂണലിന്റെ നിരീക്ഷണം. ഗംഗയുടെ ഓരോ 100 കിലോമീറ്ററിനിടയിലും ആ പ്രദേശത്തെ ജലത്തിന്റെ നിലവാരം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സിഗരറ്റ് പാക്കുകളിൽ ആരോഗ്യ മുന്നറിയിപ്പ് നൽകുമ്പോൾ എന്തുകൊണ്ട് ഗംഗയുടെ കാര്യത്തിലും അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്നില്ലെന്ന് ഹരിത ട്രിബ്യൂണൽ നേരത്തെ ചോദിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, മറുനാടൻ TV.